വേണ്ട. ഞാൻ കാരണമാ അവളെ വാസു കാണാനിടയായത്. ഇന്ന് ആ കുടുംബത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനാ. അതിന്റെ കുറ്റബോധമാണ് എന്റെ മനസ്സ് നിറയെ. ഇത്തരമൊരു അവസ്ഥയില് അവരെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ അമ്മു? ഇനി അമ്മു പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പലരും പലതും പറഞ്ഞപ്പോ ഞാൻ സുൽത്താനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ, ഇപ്പോഴെങ്കിലും തനിക്ക് സത്യം മനസ്സിലായല്ലോ. സുനന്ദയ്ക്ക് ഇപ്പൊ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നടത്തണം. എങ്കിലേ ആ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവൂ. അതിന് അമ്മു എന്റെ കൂടെ ഉണ്ടാവണം. സുൽത്താനൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. സമയത്തിനായി നേരം കുറേയല്ലോ ആ കുട്ടികൾ പോയിട്ട്. ശരിയാണല്ലോ, അമ്പലത്തിൽ പോയിട്ട് എന്താണ് ഇത്ര നേരം വൈകണത്? വേണ്ട സുൽത്താനെ, നീ അവിടെ ഇരിക്കേ. അവളെ ഞാൻ കൊണ്ടുപോവാ. വാസു പ്ലീസ്, ഇനിയെങ്കിലും നീ ഉപദ്രവിക്കരുത്. ഇന്ന് ഇവളുടെ കല്യാണം, നീയായിട്ടത് മുടക്കരുത്. മൈ ഗോഡ്, സുൽത്താൻ അപേക്ഷിക്കുന്നു. കേട്ടോടാ ഇത്? ആജ്ഞാപിച്ച് മാത്രം ശീലമുള്ള നീ എന്നോട് അപേക്ഷിക്കുന്നോ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇല്ലടാ, കാര്യം നടക്കാൻ വേണ്ടി മാത്രം നീ പത്തി മടക്കുന്നത്. അത് നടക്കത്തില്ല. നടക്കണമെങ്കിൽ ഈ വാസുവിന്റെ ആശ തീർക്കണം. ഞാനത് പലവട്ടം നിന്നോട് പറഞ്ഞല്ലേ. ഞാൻ കൊണ്ടുപോവളെ. ഞാൻ കൊണ്ടുപോവളെ. സുൽത്താനെ! അയ്യോ! സുൽത്താനെ! വാസു, സുനന്ദയെ പോലുള്ള പെൺകുട്ടികൾക്കും ഗോപാലേട്ടനെ പോലുള്ള അച്ഛന്മാർക്കും ഇനി ഈ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കണമെങ്കിൽ നിന്നെ പോലുള്ളവരോട് ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാസു